ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഇന്നർ HTML എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് ഇന്നർ HTML എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു HTML ഡോക്യുമെന്റിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ HTML ഡൈനാമിക് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നർ HTML ഉപയോഗിക്കുന്നത്. അതായത് ഒരു വെബ് പേജിന്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നമുക്കൊരു പ്രത്യേക HTML ഫയൽ എന്തെങ്കിലും ആക്ഷൻ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് ഇന്നർ HTML ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും വെബ് പേജിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യേണ്ട വല്ല ഫോമോ അല്ലെങ്കിൽ കമാൻഡ് ബോക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും, രജിസ്ട്രേഷൻ ഫോം, കമാൻഡ് ഫോം, ലിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെയെങ്കിലും ജനറേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് ഇന്നർ HTML എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ജാവാസ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിളിൻ്റെ പേര് ഞാൻ ഫ്ലാഗ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വാല്യൂ ഞാൻ ട്രൂ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇനി ഇതിൻ്റെ താഴെ നമ്മളൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് ഇതിന് നമ്മൾ പേര് ഫോം എന്നാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള എന്ത് പേരാണോ ചേർത്ത് കൊടുക്കുക. ഇനി ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ പേര് സി ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ വേരിയബിൾ വാല്യൂ ആയിട്ട് നമുക്കൊരു HTML ഫയൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്നൊരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫോമിന് നമ്മൾ ആക്ഷൻ ചേർത്ത് കൊടുത്തു. ആക്ഷൻ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് ഡബിൾ കൊട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് കമൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഫോമിൻ്റെ ആക്ഷന് നമ്മൾ കമൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. വേറെ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇവിടെ വന്ന് അടുത്ത വാല്യൂ ആയിട്ട് ടൈപ്പ് ചെയ്യാണ്. എൻ്റർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നെയിം ടൈപ്പ് ചെയ്യാൻ നമുക്ക് പുതിയ ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അടുത്തതൊരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോം ആയതുകൊണ്ട് ഇൻപുട്ട് ടൈപ്പ്, എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ വന്ന് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുക്കുക, ടെക്സ്റ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമ്മൾ നെയിം ചേർത്ത് കൊടുത്തു. നെയിമും നമ്മളിവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് അടുത്ത ലൈന് തുടങ്ങാം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്ന് BR എന്ന് ചേർത്തു. ഇനി അടുത്തത് ഇമെയിൽ ID ടൈപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റർ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയ ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇമെയിൽ ID ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇമെയിൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ നെയിമും നമ്മളിവിടെ വന്ന് ഇമെയിൽ എന്ന് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്, അതായത് ആ ഫയൽ ആയതുകൊണ്ടാണ് ഞാൻ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് വരുന്നത് കൊണ്ടാണ് ഞാനിതെല്ലാം ഒറ്റ ലൈനിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് പുതിയൊരു BR കൂടി ചേർത്ത് കൊടുത്തു പുതിയ ലൈന് വരാൻ വേണ്ടി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കമൻറ്റ്, എൻ്റർ കമൻറ്റ് എന്നൊരു ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമ്മളിവിടെ വന്ന് BR പുതിയ ലൈന് വരാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് ഏരിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഏരിയ എന്ന് ടൈപ്പ് ചെയ്തു. ടെക്സ്റ്റ് ഏരിയക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ റോസ് ചേർത്ത് കൊടുക്കാം. റോസ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് 5 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ കോളംസ് ചേർത്ത് കൊടുക്കാം. കോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് എത്ര കോളം വേണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. 70 കോളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ഏരിയ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ഏരിയ എന്നുള്ളത് നമ്മളിവിടെ വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇവിടെ
ഈ ഫോമിൻ്റെ ഉള്ളിലെ ഈ var എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലൈന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ മുകളിൽ ഓപ്പൺ ചെയ്തിരുന്ന ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിരുന്ന ഫോമിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുന്ന ഫോം ഇവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഈ വേരിയബിൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നൊരു ഈഫ് കണ്ടീഷന് തുടങ്ങുകയാണ്. ഇവിടെ വന്ന് നമ്മൾ ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു. ഈഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലാഗ് നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്താണ് ഫ്ലാഗ്. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഒരു ID നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്തിനാണ് ID ഉപയോഗിക്കുക എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാനിവിടെ ID ആയിട്ട് മൈ ലൊക്കേഷൻ എന്നാണ്, ഇത് നമ്മൾ പിന്നീടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന് ഡോട്ട് innerHTML കൊടുക്കുക ഈക്വൽ ടു ഇവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് സി ഫോം എന്നുള്ളതാണ്. അപ്പോൾ സി ഫോം എന്ന് ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ അതിൻ്റെ എൽസെ പാർട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എൽസെ പാർട്ടിൽ നമ്മളിവിടെ വന്ന് ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ നമുക്ക് ഫ്ലാഗ് എന്നുള്ളത് ഫാൾസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലാഗ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്ത് കൊടുക്കുക. അത് എന്തിനാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ വന്ന് എൽസെ പാർട്ടിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്ത അതന്നെ നമ്മൾ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നു. മൈ ലൊക്കേഷൻ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്യുന്നതുള്ളൂ. ഡോട്ട് innerHTML ഈക്വൽ ടു ഒന്നും വേണ്ട, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്ന ഈ ഫംഗ്ഷനും ഈ എൽസേൻ്റെ ഭാഗവും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി സ്ക്രിപ്റ്റിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ബോഡിക്കുള്ളിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബോഡിക്കുള്ളിലായിട്ട് നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബട്ടൺ ആയതുകൊണ്ട് ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് ബട്ടണാണ് കൊടുക്കുന്നത്. ഇതിനൊരു ഓൺ ക്ലിക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുള്ള. ഓൺ ക്ലിക്ക് നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേരാണ്, അത് ഫോം എന്നിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കണം. ടെക്സ്റ്റ് ഞാൻ കമൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഡിവിൻ്റെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡിവ് വിത്ത് ക്ലാസ് നെയിമോട് ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. ഈ ഡിവിന് നമുക്കൊരു ID ചേർത്ത് കൊടുക്കാം. ID ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ നമ്മൾ കൊടുത്ത ID ആണ് നമ്മളിതിന് ചേർത്ത് കൊടുക്കേണ്ടത്. മൈ ലൊക്കേഷൻ എന്നുള്ളതിന് ഇതിന് ID-യും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡിവ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതൊന്ന് റണ്ണ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ വെച്ച് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് റണ്ണ് ചെയ്യപ്പെടുന്ന റീലോഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, കമൻറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. അതൊന്ന് കറക്റ്റ് ചെയ്തു. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സം മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ മിസ്റ്റേക്ക് എന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിസ്റ്റേക്ക് ചെക്ക് ചെയ്യാൻ ഇൻസ്പെക്റ്റിൽ പോവാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് കൺസോൾ എടുത്തു. നമുക്ക് 17ാമത്തെ ലൈനിലാണ് എറർ. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബട്ടണിൻ്റെ ഉള്ളിലാണ് എറർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് എറർ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ വലിയ എററൊന്നുമില്ല, ചെറിയൊരു മിസ്റ്റേക്കാണ്. നമുക്കിവിടെ സാധാരണ ഫോം എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഫോം റിസർവ്ഡ് കീവേഡ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഫോം ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ മുമ്പിൽ ഒരു 1ഉം ഇവിടെ ഞാനൊരു 1 കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്നുകൂടി റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കമൻറ്റ് എഴുതേണ്ടതും അതേപോലെ തന്നെ എൻ്റർ നെയിം എഴുതേണ്ടതും അതേപോലെ ഇമെയിൽ എഴുതേണ്ടതും അതേപോലെ ഇവിടെ ഒരു എൻ്റർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റർ കമൻറ്റ്
ഇമെയിൽ കഴിഞ്ഞ് ഒരു ടെക്സ്റ്റ് ഏരിയ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടാഗ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്താൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ നെയിം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇമെയിൽ ID ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കമൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ താഴെ നമുക്കൊരു ബട്ടൺ കൂടി വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബട്ടണും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഇവിടുന്ന് ഹൈഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് വാർ ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ക്രീന് ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യില്ല എന്നാണ്. അതായത് സ്ക്രീന് ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ലായിരിക്കും നമുക്ക് ട്രൂ ആയിട്ട് വരിക. ഫ്ലാഗ് എന്നുള്ളത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗത്തുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് മൈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ഓക്കെ, ഇവിടെ വന്ന് അതിൻ്റെ ഉള്ളിലൊരു ഫോമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഫോം എന്നുള്ളതിൽ സി ഫോം എന്ന വേരിയബിളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഫ്ലാഗ് എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ, അതായത് ഫ്ലാഗ് എന്നുള്ളത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗത്തുള്ളത് ഓക്കെ, ഈ ഭാഗത്തുള്ളത് എന്താണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, മൈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. സി ഫോം എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ആ ഫോമാണ് നമുക്ക് സി ഫോം ആയിട്ട് വരുന്നത്. എൽസ് ഇനി ഇങ്ങനെ അതല്ലെങ്കിൽ ഫ്ലാഗ് എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഫ്ലാഗ് എന്നുള്ളത് ഫാൾസ് ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഫാൾസ് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇല്ല എന്നാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ ഇട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ ഈ ഫോമിനെയാണ് ഇവിടെ ഈ ഫംഗ്ഷനാണ് ഫോം 1 എന്ന ഫംഗ്ഷനെയാണ് ഇങ്ങോട്ട് കോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫോം 1 എന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആ ബട്ടൻ്റെ ഉള്ളിൽ എന്ത് ടെക്സ്റ്റ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ID എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും. ഇവിടെ നമുക്ക് ഈ innerHTML, അതായത് ഈ മൈ ലൊക്കേഷൻ്റെ ഉള്ളിൽ innerHTML ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ എന്താണോ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.